എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ മുട്ടയോ പാലോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് എല്ലാ ചേരുവകളും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായില്ലേ ക്രാഫ്റ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമുള്ള, പ്രത്യേകിച്ച് എൻ്റെ കേക്ക് വീഡിയോസ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ. അവരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കുക്കിംഗ് ഇടാനായിട്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു അടിപൊളി കേക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റുകാരെ മാത്രമല്ല കുക്കിങ്ങിൻ്റെ ആൾക്കാരെയും കൂടി പരിഗണിക്കണമല്ലോ, അല്ലെങ്കിൽ അവർ പിണങ്ങല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ ആദ്യം നമ്മൾ ഏതാ ഒരു പാത്രം നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചുറ്റും തടവി കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് തടവരുത്, കേക്കിൻ്റെ സൈഡൊക്കെ മൊരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ഓയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് താഴെ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒരു 3/4 ഗ്ലാസ്, ഒരു ആവറേജ് വലുപ്പമുള്ള ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളം, തിളയ്ക്കാറായിട്ടുള്ള വെള്ളമാണ്, തിളച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 7 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിളയ്ക്കാറായിട്ടുള്ള ചൂടുവെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ഒരു 7 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള മധുരം. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ആ ഒരു വെള്ളം എടുത്തില്ലേ, ആ ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര ഇട്ടു, പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ടു കേട്ടോ. എന്നാലേ കറക്റ്റ് ഒരു നല്ല മധുരത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ 3/4 ഗ്ലാസ് പ്ലസ് 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ചൂടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ പഞ്ചസാര പൊടിച്ചതും ആയതുകൊണ്ട് വേഗം തന്നെ അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. തരി ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. പൊടിച്ചാലും ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ തരി ഉണ്ടാവും, അത് ഫുള്ള് കളയണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ, അപ്പോൾ ഞാനൊരു ഏകദേശം അളവ് വെച്ച് അങ്ങോട്ട് ഒഴിക്കുകയാണ്, വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വാനില എസൻസ് ആണ് കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ സ്മെല്ല് ഉണ്ടാവാനായിട്ട് നല്ലത്. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു കേക്കിൻ്റെ സ്മെല്ല് നമുക്ക് കറക്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എത്ര സമയം ഇളക്കണം എന്നൊന്നുമില്ല, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. അപ്പോൾ അതുവരെയാണ് ഇത് ഇളക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് 2 വലിയ സ്പൂൺ, അതായത് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. അപ്പോൾ ഇത് മധുരമില്ലാത്ത കൊക്കോ പൗഡറാണ്, അത് 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനോട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊരു കട്ടയൊക്കെ കാണും, അപ്പോൾ നന്നായിട്ട് കട്ട കളഞ്ഞ് എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതേ ഇതിങ്ങനെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ്, ഇതിപ്പോൾ 250 ml കപ്പാണ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു വെള്ളമൊക്കെ എടുത്ത ഗ്ലാസ്സില്ലേ അതിൽ തന്നെ എടുത്താൽ മതി. അതിലൊരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുക. അപ്പോൾ എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ, അതായത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുക. അപ്പോൾ ഇതിന് എന്തായാലും ഇത് രണ്ടും കൂടെ വേണം കേട്ടോ, എന്നാലും നന്നായിട്ട് വരുള്ളൂ കേക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗോതമ്പിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്ത ചിലരുണ്ടാവും. ചിലർക്ക് കേക്ക് ആയി വരുമ്പോൾ ഗോതമ്പിൻ്റെ ചെറിയൊരു സ്മെല്ല് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആ സ്മെല്ല് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മൈദപ്പൊടി എടുത്തോളൂ. അപ്പോൾ ചിലരൊക്കെ ഗോതമ്പ് പൊടിയുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട് ഗോതമ്പിൻ്റെ സ്മെല്ലെന്ന്. നമ്മൾ എത്രയൊക്കെ നോക്കിയാലും ചെറുതായിട്ടൊരു സ്മെല്ല് എന്തായാലും ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി മൈദയും പകുതി ഗോതമ്പുമായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ അരിപ്പ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ അരിച്ചിടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് അത് സ്പൂൺ കൊണ്ട് കുറേശ്ശായിട്ട് ഇട്ട് ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പിന്നെ അതിൽ പാലൊന്നും ചേർക്കണില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയി, ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ അരിച്ചില്ലേ ആ സമയത്ത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഇട്ടത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ അത് മറന്നുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഓവർ മിക്സ് ആയിപ്പോയി, അതുകൊണ്ട് കേക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ പറയണം, ഓവർ മിക്സ് ആയാൽ ചിലപ്പോൾ കേക്കിൻ്റെ മോൾ ഭാഗം ചെറുതായിട്ടൊന്ന് പൊട്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ മാക്സിമം നോക്കുക. ഇനി നമുക്ക് ഇത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അലുമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഏത് പാത്രമായാലും മതി കേട്ടോ. ഫുള്ളായിട്ട് വടിച്ചിട്ട് ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടാവണം. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആക്കി വരുമ്പോഴേക്കും ചൂടായി വരണ്ടേ, അതിന് വേണ്ടിയിട്ട്.
ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസൊക്കെ കളയാം. പിന്നെ എന്തെങ്കിലും ഒരു സ്ക്യൂവർ, ഞാനിപ്പോൾ ടൂത്ത് പിക്കാണ് എടുത്തിട്ടുള്ളത്, അത് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് പോയിക്കോളും. ഇപ്പോൾ ഇതേ എൻ്റെ ചീനച്ചട്ടി ഉള്ളിലൊരു തട്ടൊക്കെ വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഞാൻ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. അതിലേക്കാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രഷർ കുക്കറിലോ നോൺ സ്റ്റിക്ക് പാനിലോ എന്തിലായാലും ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. എന്നിട്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് ഒരു 25-30 മിനിറ്റ് കൊണ്ട് എനിക്കിത് കേക്ക് വെന്ത് കിട്ടിയിട്ടോ. എന്തായാലും അരമണിക്കൂർ കഴിയുമ്പോൾ കുത്തി നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ ആ ഒരു ചൂടനുസരിച്ചിട്ടും പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ബാറ്റർ ഒഴിച്ചതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വട്ടത്തിനനുസരിച്ചിട്ടൊക്കെ വേവുന്ന ആ ഒരു ടൈമിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 35 മിനിറ്റ് ആയപ്പോൾ കേക്കിനെ പുറത്തോട്ട് എടുത്തു. ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് ഒരുവിധം ആറിയിട്ടുണ്ട്. ഇനി സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് ഈ കേക്കിനെ ഞാൻ പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിനെ ഞാനിപ്പോൾ ഇതേ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ താഴെയുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ടെക്സ്ചറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണേറ്റേ ഇങ്ങനെ കാണുമ്പോൾ. നമ്മളിപ്പോൾ ബട്ടർ പേപ്പർ ഇട്ടുകൊണ്ട് അടിഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ബട്ടർ പേപ്പർ ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് തന്നെ വരും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക ബട്ടർ പേപ്പർ എന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ബട്ടർ പേപ്പർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ മുട്ടയോ അതുപോലെ പാലോ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് എന്നാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലത്തെ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കേക്കിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത്. പാല് വേണ്ട, മുട്ട വേണ്ട, നമുക്ക് മിക്സ് ചെയ്യാനായിട്ടൊരു മിക്സി പോലും വേണ്ട. അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കേക്ക് റെസിപ്പി ഇനി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് എളുപ്പമാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ പറയാണ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതിലെ ടിപ്സും അതുപോലെ കുക്കിംഗ് വീഡിയോസ്, ക്രാഫ്റ്റ് വീഡിയോസ്, ഗാർഡനിങ് ടിപ്സ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് വന്നവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആയിട്ടുള്ള പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് തന്നെയാണ് പേര്. ആ ഒരു പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ടൈം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നിങ്ങൾ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബഡ്സ് വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നല്ലൊരു കിടിലൻ ഐഡിയ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്. താങ്ക് യു.